എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നത് എന്ന് ചോദിച്ച് പേഷ്യൻസ് വരാറുണ്ട്. കാരണം എന്ന് പറയാൻ ഇതുവരെ വൈദ്യശാസ്ത്രം ഇതിൻ്റെ ശരിക്കുമുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു ജനറ്റിക് ഡിസീസാണ്, അതായത് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് കൈമാറപ്പെടുന്ന ഒരു രോഗം തന്നെയാണ്. അതായത് PCOD ഉള്ള ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ ഒരു 50% പെൺകുട്ടികൾ, അവർക്കുണ്ടാകുന്ന പെൺമക്കൾക്ക് ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ PCOD ഉള്ള അമ്മമാർ കുട്ടികൾക്ക് ആർത്തവ ചക്രത്തിൽ വരുന്ന വ്യതിയാനം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ട്, പത്തോജനസിസ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് നമ്മളുടെ ആൻഡ്രോജൻസ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ ഇതുപോലത്തെ ഹോർമോൺസ് അധികമായിട്ട് വരുന്നു. അതെങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ LH ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കുന്നത് കാരണം ഓവറി, അതായത് അണ്ഡാശയത്തിൻ്റെ തീക്ക സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾ കൂടുതലായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള മെയിൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അഡ്രീനൽ ഗ്ലാൻഡ്സും കൂടുതലായിട്ട് മെയിൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന മെയിൽ ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ അവരുടെ അമിത രോമ വളർച്ച, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീശരോമം, താടി രോമം എന്നിവയൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതുപോലെ ബ്രസ്റ്റിന്, നിപ്പിളിന് ചുറ്റുമുള്ള രോമം, അതുപോലെ വയറിന് ചുറ്റുമുള്ള, പൊക്കിളിന് ചുറ്റുമുള്ള രോമം, ഇതൊക്കെ മെയിൽ പാറ്റേൺ ടൈപ്പ് ഓഫ് ഹെയർ സ്ത്രീകളിൽ കാണുന്നു. അതുപോലെ അടുത്തൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് എന്ന് പറയുന്ന മാസ്റ്റർ ഗ്ലാൻഡായ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഓവറി എന്നീ ഗ്രന്ഥികളുടെ ഹോർമോൺസിൻ്റെ ഒരു റെഗുലാരിറ്റി കൊണ്ടുണ്ടാകുന്നതാണല്ലോ മെൻസസ്. അതുപോലെ തന്നെ സൈക്ലിക്കൽ ചേഞ്ചസ്, ആന്തരിക ലൈനിങ്ങിലുള്ള സൈക്ലിക്കൽ ചേഞ്ചസ്, ഇതിലെന്തെങ്കിലും വ്യതിയാനം വരുമ്പോൾ, അതായത് ഈ പറഞ്ഞ ഹൈപ്പോതലാമസ് കൂടുതലായിട്ട് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന GnRH എന്ന് പറയുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ GnRH പൾസ് ഫ്രീക്വൻസി അധികമാവുന്നത് കൊണ്ട് ശരീരത്തിൽ LH ഹോർമോണിൻ്റെ അളവ് കൂടുന്നു. അതുപോലെ തന്നെ അപ്പോൾ FSH എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് FSHനെ വിളിക്കുന്നത്. അതായത് ശരീരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഓവറി, അണ്ഡാശയത്തിൽ ഫോളിക്കിൾസ് എന്ന് പറയും. അതായത് അണ്ഡം ആകുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിനെയാണ് നമ്മൾ ഫോളിക്കിൾസ് എന്ന് പറയുന്നത്. ആ ഒരു ഫോളിക്കിൾസിനെ FSH എന്ന് പറയുന്ന ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ശരിക്കും മെച്ചുവറാക്കുന്നത്, അണ്ഡമാക്കാൻ മെച്ചുവറാക്കുന്നത് ഈ FSH ആണ്. ഈ PCOD ഉള്ള സ്ത്രീകളിൽ FSHൻ്റെ അളവ് വളരെ കുറവായതിനാൽ അവരുടെ അണ്ഡാശയത്തിലുള്ള ഫോളിക്കിൾസ് ഇമ്മച്ചുറായിട്ട്, അതായത് മുരടിച്ച് ഓവറിയിൽ തന്നെ കിടക്കുന്നത് കാരണം സിസ്റ്റുകളായിട്ട് കാണപ്പെടുന്നു. ഇതുകൊണ്ട് അവർക്ക് 14ാമത്തെ ദിവസം അവരുടെ ഓവുലേഷൻ, അതായത് അണ്ഡവിസർജനം നടക്കാതെ വരികയും അവർക്ക് മന്ത്ലി ഉള്ള പീരീഡ്സ് കിട്ടാതെ വരികയും ചെയ്യുന്നു. ഇതാണ് പീരീഡ്സ് ഇറഗുലർ ആവാനുള്ള ഒരു മെയിനായിട്ടുള്ള കാരണം. പിന്നെ അടുത്ത ഒരു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ PCOD ഉള്ള സ്ത്രീകളിൽ അത് നമ്മുടെ ബോഡിയിലുള്ള കോശങ്ങൾ, സെൽസ് അതിനെ അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് വളരെ അധികമാവുകയും ഹൈപ്പർഗ്ലൈസീമിയ വരികയും അങ്ങനെ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് അവരെ എത്തിച്ചേർക്കുകയും ചെയ്യുന്നു. ഇത് PCOD ഉള്ള സ്ത്രീകളിൽ വളരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിംറ്റമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. രോഗം വരാനുള്ള സെൽസ്, നമ്മുടെ ശരീരത്തിൻ്റെ സെൽസിൽ വരുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ്.